ഇത് ക്ലിക്ക് ടു ഇതാണ് അവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് ആരെങ്കിലും എന്തെങ്കിലും അവിടെ ഇതാകും, അപ്പൊ അത് പോകും. Good morning, Miss. Good afternoon, Miss. Yes, good afternoon. So ഇൻസേർട്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആൽബം അങ്ങനെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എടുക്കാം. നോ പ്രിവ്യൂ ഒന്നുമില്ല, അത് ക്ലോസ് ചെയ്തു. നമ്മൾ ഇൻസേർട്ടിൽ വീണ്ടും പോകുന്നു. പിന്നെ ഷേപ്സ് ക്ലിപ്പാർട്ട് എടുത്തു. ക്ലിപ്പാർട്ടിൽ ആനിമേഷൻ എടുത്തു. ഇപ്പൊ നമ്മുടെ ചിത്രം കൊടുത്തിട്ട് ഈ ആനിമേഷൻ കൊടുത്ത ഈ രീതിയിൽ വരും. Can you see? കാണുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നേ? യെസ്. See now? കൊയലാനെ കണ്ടോ? കാണുന്നുണ്ടോ ഇത്? Nobody is responding. Can you hear what I say? Yes. എന്ന് ചോദിച്ചതിന്റെ മറുപടി പറയാ. നിങ്ങൾ വിചാരിക്കുമ്പം നിങ്ങൾ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചാണ്ടാണ് ഞാൻ ഇരിക്കുന്നത്, അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കണ്ടോ? ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ഇല്ല, സേറയുടെ ഭാഗം ക്ലിയർ ഇല്ല. സേറ പറയുന്നിടത്ത് റേഞ്ച് ഇല്ലെന്ന് തോന്നിക്കുന്നിടത്ത്. മോളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കണ. ഓക്കെ, എബിൻ ബിജു, can you see this screen? Yes, ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതില് നമുക്ക് ആനിമേഷനിൽ ഇപ്പൊ ഞാനൊരു ചിത്രം ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നാണ്. ഇതൊരു വല്ലാത്ത ഇതാണ്. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേക്ക് ആരെങ്കിലും അഡ്മിറ്റ് ആകും. അഡ്മിറ്റ് ആകാൻ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ പിന്നെ ഷെയർ ആകത്തില്ല. പോകും വരും. ഓക്കെ, നമ്മള് പവർ പോയിന്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് ഒരു ഇതാണ് പേജ് നമ്പർ 82 ചിത്രം. ഇനി ഈ ലുക്ക് അറ്റ് ദ സ്ക്രീൻ ദേവാഞ്ജന. ഓക്കെ, ഓ എനിക്കെന്ന് പറഞ്ഞ എനിക്ക് പേരില്ലാത്ത ആളാണോ? പേര് പറ. അൽന. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഉണ്ടല്ലോ നിങ്ങളുടെ പേര് കൂട്ടി പറയണം. മിസ് എങ്ങനെ അറിയുന്നത്? സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാ പറയുന്നത് കാണൂല. ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നോ? ആർക്കൊക്കെ സ്ക്രീൻ കണ്ടു? ആർക്കും കാണുന്നില്ല. ഓക്കെ, കുറച്ച് പേർക്ക് ഉണ്ട്. അപ്പൊ അൽന എന്ത് ചെയ്യാം? അൽനയുടെ വീഡിയോയും ഓഡിയോ എല്ലാം ഓഫ് ആണല്ലോ. അൽന ഇവിടെ റേഞ്ചിലല്ലെന്ന് തോന്നുന്നു. മോളെ അൽന കുട്ടി കേൾക്കുന്നുണ്ടോ? അൽനയുടെ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാന്ന് തോന്നുന്നു. മോളെ അൽന, നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഇവിടുന്ന് ഇൻസേർട്ടിൽ പോകുക. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ വരും.
ഇത് തന്നെയാണ് ഈ പ്രശ്നം. ഒരാള് കയറി അടുത്തയാൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തയാൾ വന്നു. ഇത് ഒന്ന് ടൈമിൽ കയറി വരുന്നെങ്കിൽ ആരാ ഇനി മ്യൂട്ട് ചെയ്ത് വെക്കാനുള്ള ആള്? ഗുഡ് ആഫ്റ്റർനൂൺ. പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചോ? ഓക്കെ. ഇനി ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യില്ലേ? ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റിംഗ് ന്യൂ പ്രസന്റേഷൻ ആണ്. പവർ പോയിന്റ് ക്ലിക്ക് ഫയൽ ടാബ് ന്യൂ ബ്ലാങ്ക് പ്രസന്റേഷന് കൊടുത്തു അവൈലബിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. നമുക്കൊരെണ്ണം ഓപ്പൺ ആയിട്ട് വന്നു, ബ്ലാങ്ക് പ്രസന്റേഷൻ വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ക്ലിപ്പാർട്ടിൽ നിന്ന് ഒരു സപ്പോസ് ട്രൂലായിട്ട് ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോഡൽ വേണം എടുക്കാം. ഈ മോഡൽ വേണം എടുക്കാം. ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂള് ഇങ്ങനെ വേണം എടുക്കാം, ഇങ്ങനെ വേണം എടുക്കാം. താഴെയൊക്കെ ഡിഫറൻസ് വന്നില്ലേ? കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മുടെ സാധാരണ വേർഡ് ചെയ്യുന്ന പോലെ തന്നെ ഇൻസേർട്ടില് ഓക്കെ ലൈക്ക് ദിസ് വേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ദെൻ ആനിമേഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവം ഈ രീതിയിൽ വേണേ വരാം. ഇതെന്തോന്ന് അതിനിടയ്ക്ക് വേറെന്തോ സംഭവം കയറി വന്ന്. സ്ക്രീൻ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. ഓക്കെ, നമ്മളൊരു പിക്ചർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള ചിത്രം ഇതാണ്, അതിനെ നമുക്ക് ഈ രീതിയിലേക്ക് ആക്കാം. ആനിമേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതാ
Lie this way. Lie this way. ഞാൻ പറഞ്ഞു പറയുന്ന ആളുടെ പേര് പറയണമെന്ന്. സ്ക്രീൻ കാണുന്നില്ല. അത് ചെറിയ ഈ ലാപ്പിന്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടികൾ അഡ്മിറ്റ് ആകാൻ വേണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ ഷെയറിങ് സിസ്റ്റം മാറും, പിന്നെ പറ്റൂല. അതാണ് ആദ്യം എല്ലാം കുറച്ച് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും അന്നേരമായിരിക്കും ക്ലാസ്സിലേക്ക് അഡ്മിറ്റ് വരുന്നത്. അപ്പം അത് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നുണ്ടോ? അതാ മുഹമ്മദ് നിഹാൽ ഇപ്പൊ അഡ്മിറ്റ് ആയി. ഇത് തന്നെയാണ്, സ്ക്രീൻ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരാൾ അഡ്മിറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂള്. ഒന്ന് ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു പ്രശ്നം. ഇതിനെ നമ്മളിനി ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട ഒരു ചിത്രം എടുക്കാന്ന് വെച്ചോ. എത്ര ക്ലവർ ആയിട്ടാ! ഞാനും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങൾ. ഇതിനിടയ്ക്ക് ആരാ പോയിട്ട് വരച്ചത്? ഇത് എത്ര കഷ്ടപ്പെട്ട് ഈ ഷെയർ ചെയ്യുന്നതെന്ന് അറിയാമോ സ്ക്രീൻ? ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ട് പിന്നെ ആരാ അത് വരച്ചത്? വെറുതെ ദേഷ്യം പിടിപ്പിക്കുക. ഒന്നാമത് ഇത് ലാപ്പ് ശരിക്കും വർക്കാകാത്തതുകൊണ്ട് ദേഷ്യം ഏറ്റിരിക്കുക. അതിനെ കൂടുതൽ നിങ്ങളിപ്പം വരയ്ക്കാൻ കൂടി ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ. അതിനിടയ്ക്ക് അത് ഇപ്പാണ് ഒരാളിപ്പം കയറി. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഷെയർ ചെയ്ത് വരുമ്പോഴത്തേനും ഒരാൾ അഡ്മിറ്റ് ആകും, അപ്പോഴാക്കി മൊത്തം പോകും. ഇതിനകത്ത് നിന്ന് ഇപ്പൊ ഒന്നും വരുന്നില്ല. ഇനി വരയ്ക്കരുത് കേട്ടോ, ഞാൻ പുതിയ ഒരെണ്ണം എടുക്കട്ടെ. ഓക്കെ, ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ക്ലിപ്പാർട്ട്, ഫോട്ടോ ആൽബത്തിൽ ഒന്നുമില്ല. നമുക്ക് ഷേപ്സ് ഉണ്ട്. ഷേപ്സ് നമുക്ക് ആവശ്യമില്ലല്ലോ. ഇവിടെ ചിത്രങ്ങളുണ്ട്. പിക്ചറിൽ പോവുക. അപ്പൊ നമുക്ക് കുറച്ച് ചിത്രം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളതിന് നമ്മൾ ഇങ്ങോട്ട് കാണുന്നു, ഇവിടെ കാണും. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ഈ എടുക്കുന്ന ഈ കോയിലായിട്ട് എടുക്കാൻ പോവാണ്. ജസ്റ്റ് ഐ വിൽ ക്ലിക്ക് ദിസ്. അതിനുശേഷം ഇവിടെ താഴെ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഷിൻ എവിടെ നോക്കിയിരിക്കുന്നത്? ഈ ചിത്രം നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ചിത്രങ്ങളൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കോയിലായിട്ട് എടുത്തു.
ഇതിന് വേണ്ട നമുക്ക് ഈ ഫ്ലവർ എടുക്കാം അല്ലേ? ഇറ്റ് വിൽ ബി ബെറ്റർ ഐ തിങ്ക്. ഒരു ഫ്ലവർ എടുക്കാം. ഓക്കെ, ദിസ് ഫ്ലവർ ടുലിപ്സിനെ എടുത്തു. അന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇവിടെ വന്നു. അപ്പൊ ക്യാൻ യു സീ ദാറ്റ് പിക്ചർ? കാണുന്നുണ്ടോ? ഓക്കെ, ഇനി ഈ ചിത്രത്തിന് നമുക്ക് ഇവിടെ ഓക്കെ, ഈ ചിത്രത്തിന് നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ആനിമേഷൻ കൊടുത്തു നോക്കാം. ഇങ്ങനെ വരും. ആ ആനിമേഷനെ കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി ഇത് ഈ രീതിയിൽ ഇങ്ങനെ അതിന്റെ ബാക്കിയൊന്നും വരുന്നുമില്ല. ബാക്കി ഇപ്പൊ അവിടെ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഇപ്പം ഇഫ് യു ക്ലിക്ക് ദിസ് ഇങ്ങനെ വരും, ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും, പ്രസന്റ് ചെയ്യും. ഇത് ഈ രീതി വരും, ഇത് ഈ രീതി വരും. ഇത് ഈ രീതി വരും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ. അൽന ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഇത് മുകളിൽ നിന്നും താഴോട്ട്, അതായത് മേളിൽ നിന്നും താഴോട്ട് വരുന്നത്. നെക്സ്റ്റ് വണ് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സൈഡിൽ നിന്ന്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ഇനി താഴെ നിന്ന് മേളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ദിസ് വണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു റൗണ്ടില്. ഓക്കെ, ഇതിലേത് വേണേലും നമുക്ക് എടുക്കാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അതർവൈസ് ഐ ലൈക്ക് ടു ഹാവ് ദിസ് വൺ. ഓക്കെ, ഓക്കെ, അതാണ് അത് നിങ്ങൾ ഒരു തവണ കാണിച്ചായിരുന്നു തോന്നുന്നു അല്ലേ? ഇനി ക്രിയേറ്റിംഗ് ന്യൂ പ്രസന്റേഷൻ നമ്മൾ ഫയലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇത് ആ രീതിയിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പൊ ഇത് ഓൾറെഡി ഉള്ളത്. ഇനി നമ്മൾ ഫയലിൽ പോകുന്നത് ഹിയർ, ക്ലിക്ക് ഹിയർ ഫയല്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ് പ്രിന്റ് എന്ന് പറഞ്ഞ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഇതുണ്ട്. അപ്പൊ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളൊരു ക്രിയേറ്റിംഗ് ന്യൂ പ്രസന്റേഷന് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ബ്ലാങ്ക് എന്ന് കാണിക്കും. അപ്പൊ ആ ബ്ലാങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടൊരെണ്ണം ഓപ്പൺ ആയിട്ട് വരും, ബ്ലാങ്ക് പ്രസന്റേഷന്. ഇനി നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ഇത് കഴിഞ്ഞ നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് വണ് സാമ്പിൾ ടെംപ്ലേറ്റ്സ് ഓപ്ഷൻ. ഇപ്പം കാണിച്ചു തന്ന പിക്ചർ അങ്ങോട്ട് ആക്കുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ? ഇനി സേവിങ് എ പ്രസന്റേഷൻ. അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്ന് സാമ്പിൾ പ്രസന്റേഷൻ ക്ലിക്ക് ഓൺ ഫയൽ, ന്യൂ സാമ്പിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് അവൈലബിൾ ടെംപ്ലേറ്റ്സ് ഇൻ ആൻഡ് തീംസ്. ഇപ്പൊ ഇതിനകത്ത് അതെല്ലാം വരത്തില്ല, പക്ഷെ ഞാൻ ഒരെണ്ണം സാമ്പിളിൽ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ വരും. ഒരു പിക്ചർ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ എടുത്തു. എന്നിട്ട് അതായത് ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നെ. ഇനി ഇതിനെ സേവ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഫയലിൽ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ്, സേവാസ് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ സേവ്. പേരില്ലേ പറഞ്ഞാക്ക്? ഷെയർ സ്ക്രീൻ കാണുന്നില്ല.
ഓക്കെ. കാണുന്നില്ല. മക്കളെ ഇതെന്താണെന്നറിയാവോ, ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആരെങ്കിലും ഒരാളങ്ങോട്ട് കയറും. ഇപ്പൊ ക്ലാസ് നെറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ലീവ് ആകും. അടുത്ത ആള് എന്നിട്ട് ഇതിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്താണ് അത് നിങ്ങൾ കയറുന്നത്. അപ്പം പിന്നെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വരുന്നുണ്ട്. അതാണ് അത്. നമ്മുടെ ലാപ്ടോപ്പ് കുറച്ച് പഴയതായതുകൊണ്ടാണ് ആ പ്രോബ്ലം ഉണ്ട്. പുതിയ ലാപ്ടോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഓവർലോഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകത്ത് റെക്കോർഡായിട്ട് കിടക്കുമല്ലേ, അതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ്? യെസ്. ഇനി വേണ്ട, എല്ലാവരും മ്യൂട്ട് ചെയ്യണ്ട. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി നമ്മുടെ ചിത്രം ഇവിടെയുണ്ട്. ഇനി ഇതിനെ ഫയലിൽ പോകുന്നു, ഓപ്പൺ, ഇവിടെ ന്യൂ ഓപ്പൺ കഴിഞ്ഞ് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഓൺ ദാറ്റ്. അതിൽ ഇത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് സേവ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ. നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ. അതാണ് സേവിങ് പ്രസന്റേഷൻ. ഇൻഫോയിൽ സേവാസ് എന്നുള്ളതിൽ സേവാസിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഇനി സേവാസ് ആണെങ്കിൽ ആ സ്ക്രീനിലേക്ക് നേരിട്ട് കാണുകയുള്ളൂ. ഇത് ഇനി ഫയൽ ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ്, ഇൻസേർട്ടിങ് എ ന്യൂ സ്ലൈഡ്. സ്ലൈഡ്സ് ഓക്കെ. ഇനിയിപ്പോൾ ഇത് കാണൂല, പോവുകയാണ്. ഓക്കെ, ശരി, അത്രയായില്ലേ. ഇനി ഇൻസേർട്ടിങ് ന്യൂ ടേബിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ പുതിയൊരു ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ഓൺ ദി സ്ലൈഡ് ആൻഡ് സ്ലൈഡ്സ് ടാബ്. ഓക്കെ. അതിൽ സ്ലൈഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ന്യൂ സ്ലൈഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹോം ടാബിൽ നിന്ന് സ്ലൈഡ്സ് എന്നുള്ള ഗ്രൂപ്പിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയ ന്യൂ സ്ലൈഡ്. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കിയ പേജ് 85 ചിത്രത്തില്, ഒരു മിനിറ്റ്, ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ വരും. ഇതിനകത്ത് ഇഷ്ടമുള്ളത് വേണം എടുക്കാം. ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ്, ക്ലിക്ക് ടു. സൈലന്റ് ആയിട്ടിരിക്കുക. സ്ക്രീൻ കാണുന്നില്ല. ഒരാള് പറഞ്ഞാ കേട്ടില്ലേ, പിന്നെ എന്തിനാ ഈ നെറ്റ് ഇല്ലാത്തവർക്ക് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചെവിക്ക് അസ്വസ്ഥതയാകുന്നു. ഒരാൾ പറഞ്ഞാൽ കേട്ടു, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ല എന്ന് പറഞ്ഞു കേട്ടു. പിന്നെ തെരുതരാ എല്ലാരും കൂടെ ഒന്നിച്ച് പറയണ്ട.
ഒരു പുതിയ ഇത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടാകും. അല്ല, ഇത് കാണുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇതാണ് ന്യൂ സ്ലൈഡ്. ഇപ്പൊ എല്ലാവർക്കും കാണുന്നുണ്ടാവും, സേറൊക്കെ. ഓക്കെ, ഈ ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഇത് വരും. നമുക്ക് ഇഷ്ടമുള്ളത് വേണേ എടുക്കാം. ഈ മോഡൽ വേണമെങ്കിൽ ഇത് എടുക്കാം. ഇനി അതർവൈസ് ഇഫ് യു വാണ്ട് ടു ടേക്ക് ദിസ്, ഈ മോഡലിലാണെങ്കിൽ ലൈക്ക് ദിസ് യു ക്യാൻ ടേക്ക് ദിസ് ടൈപ്പ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക്. ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് മോഡൽസ് ആർ ദർ. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഇത്. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുകയോ വാട്ട് എവർ വി വാണ്ട് വി ക്യാൻ ഡു. ഓക്കെ, ഹിയർ two text is there. Here one, another one is this one. If you want to type here, എന്തൊക്കെയോ വന്നു. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ആ പുതിയ ഒരു ഇതിൽ ഈ മോഡലിലായിട്ട് വരും. നമ്മുടെ എന്താ പുതിയൊരു സ്ലൈഡ് എടുക്കുമ്പം ഇപ്പൊ എടുത്തത് ഈ രീതിയിലേക്കാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പേജ്. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തന്ന സംഭവങ്ങൾ തന്നെയാണ് അല്ലേ? അന്ന് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. സ്ലൈഡ് ഷോയ്. നെക്സ്റ്റ് പേജ് നമ്പർ 86. അത് ക്യാമറ ഓഫ് ആയിക്കണം അല്ലേ? Start fire. Next on the slideshow tab, the start slideshow group, click from the beginning. കുറേ എണ്ണം എടുത്താൽ മാത്രം കുറെ. ഇപ്പൊ നമ്മളൊരു 3-4-5 പിക്ചർ ഇപ്പൊ എടുത്തു. നമ്മൾ കോയില എടുത്തു, പിന്നെന്താ അതിനുശേഷം നമ്മൾ ഫ്ലവർ എടുത്തു, പിന്നെ നമ്മൾ വേറെ ലൈറ്റ് ഹൗസ് എടുത്തു. അങ്ങനെ കുറെ പിക്ചേഴ്സ് എടുത്തു എന്ന് വിചാരിക്കുക. സേറക്കുട്ടിയും എങ്ങോട്ടാ നോക്കുന്നേ? മുത്തേ നശിക്കാൻ തുടങ്ങി. ടൈം തീരാറാ. 8 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ചോറ് കഴിക്കാവേ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കുറെ നമ്മൾ പിക്ചറുകൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇനി അതിനെല്ലാം കൂടെ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നിച്ച് ഇപ്പൊ ഞാൻ 1 by 1 ആയിട്ടാണ് നിങ്ങളെ കാണിച്ചത്. ഇഫ് യു വാണ്ട് സി, ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാത്തിനെയും ഒന്ന് കണ്ടു അടുത്തത് കണ്ടു അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം കൂടെ വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ഈസ് ഓൺ ദി സ്ലൈഡ് ഷോ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ നോക്കിയ പേജ് 86 ലാസ്റ്റ് പിക്ചർ നോക്കിയേ. ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നുണ്ടോ? പേജ് നമ്പർ 86 ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതിന്റെ തൊട്ട് മേളിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ഫ്രം ബിഗിനിങ്, ഫയലിൽ നിന്ന് ഫ്രം ബിഗിനിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഫ്രം ദ ബിഗിനിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസ് F5 കീബോർഡിലെ F5 പ്രസ് ചെയ്താലും മതി. പ്രസന്റേഷൻ വിൽ അപ്പിയർ ഓൺ ദ ഫുൾ സ്ക്രീൻ ആസ് ഷോൺ അലോങ് സൈഡ്. ഓരോന്നോരോന്നായിട്ട് ഒന്ന് വന്നു, അതിനുശേഷം അത് പോകും, അടുത്തത് വരും. നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട, അതെല്ലാം കൂടെ വരും. പക്ഷെ നമ്മുടെ ഇപ്പൊ ഈ സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇത് കമ്പ്യൂട്ടർ ഓവർലോഡ് ആയതുകൊണ്ട് എപ്പോഴും തന്നെ കുറച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ പറയുന്നില്ലേ സ്ക്രീൻ ഷെയറിങ് കാണുന്നില്ല മിസ്സേ എന്ന്. അതുകൊണ്ട് അത് ഇതിൽ അങ്ങനെ അതന്നെ ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആവശ്യമുള്ള പിക്ചേഴ്സുകളെല്ലാം ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പിക്ചേഴ്സ് എങ്കിൽ പിക്ചർ, അതർവൈസ് ഇഫ് യു ആർ റൈറ്റിംഗ് സംതിങ്, നമ്മൾ എന്തെങ്കിലും എഴുതുന്നതെന്ന് ചോദിച്ചോ. ഇപ്പൊ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ക്ലാസ് എടുക്കാനാണെങ്കിൽ ടീച്ചേഴ്സ് ദേ വിൽ റൈറ്റ് ദ മെയിൻ പോയിന്റ്സ്. അപ്പം വലിയ ക്ലാസ്സിൽ അവർക്കാണെന്നൊരു വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച്, ഇപ്പം പോപ്പുലേഷനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ, ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ, അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ടാകും. സിൻസ് യു പീപ്പിൾ ആർ small children, you are studying in 4th, you are small, you will not have such a big content. But for bigger classes, 10th standard, 11 +1 +2 ഡിഗ്രി സ്റ്റുഡൻസ്, അവർക്കൊക്കെ വലിയ വലിയ നോട്ടുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നോട്ട്സ് എഴുതുന്നത് അല്ലേ? അപ്പൊ അവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസന്റേഷൻ പവർ പോയിന്റിൽ എടുത്തിട്ട് ടോപ്പിക് എല്ലാം എഴുതി വെക്കും. ടോപ്പിക് എല്ലാം എഴുതി വെച്ചിട്ട് ഇതുപോലെ സ്ലൈഡ് ഷോ ആയിട്ടോ ഒരെണ്ണം കാണിക്കും. ജസ്റ്റ് ഒന്ന് പിന്നെ പ്രസ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് വരും. അപ്പൊ അതിന്റെ മെയിൻ പോയിന്റുകൾ, ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം എന്ത്,
പിന്നെ ജനസംഖ്യയില് അതിന് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ സബ് പോയിന്റ് എല്ലാം വന്നു കഴിയുമ്പോൾ പിന്നെ വരും എന്തോന്ന് ജനസംഖ്യ വർധനവ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള പോയിന്റ്സുകളാണ്. വലിയ വലിയ ആൻസർ ഒക്കെ വരില്ല. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം അവർ എഴുതി വെക്കും, ഇങ്ങനെ കമ്പ്യൂട്ടറിൽ എഴുതി വെക്കും. ഇപ്പൊ സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് വരും, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ on the slide show tab from the starter slide show group click from beginning. എന്നിട്ടും ഓരോ ഇപ്പൊ ഈ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വരും. അതിനുശേഷം പിന്നെ നമ്മൾ ഓരോന്ന് അത് അവിടെ തന്നെ സ്ക്രീനിൽ അങ്ങനെ നിൽക്കും. അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ പ്രസ് ഇവിടെ ഈ പേജ് നമ്പർ 87 2 കീ തന്നിട്ടില്ല ഏറ്റവും മേളില് പേജ് നമ്പർ 87 പ്രസ് ആരോ കീ ഓർ ഡൗൺ ആരോ കീ റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ താഴോട്ടോ ഉള്ളത് ഇതിലേതെങ്കിലും ഒരു ആരോ കീ അടിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ആദ്യത്തേത് ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിനെ കുറിച്ച് ഒരു സ്ലൈഡ് ഷോ നടത്തുവാണ്. ഫസ്റ്റ് ഹെഡിങ് ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ അത് ഇങ്ങനെ കാണിച്ചു, ട്രൂ ലൈറ്റ് സ്കൂളിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണിച്ചു. ഇത് ഞങ്ങളുടെ സ്കൂളാണ്, നമ്മുടെ സ്കൂളിന്റെ എൻട്രൻസ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചതിന് ശേഷം സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. നമ്മുടെ അടുത്ത നില അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂം കാണിക്കാനാണ് അടുത്ത പിക്ചർ. സോ ദെൻ ഐ വിൽ പ്രസ് റൈറ്റ് ആരോ മാർക്ക്, അതർവൈസ് ഡൗൺ ആരോ കീ. ഒന്നെങ്കിൽ താഴത്തെ ആരോ കീ അല്ലെങ്കിൽ മേളത്തെ ആരോ കീ പ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പിക്ചർ ഒരു ഓഫീസ് റൂം, പിന്നെ നമ്മുടെ LKG ക്ലാസ്, പിന്നെ UKG ക്ലാസ്, ആ രീതിയിൽ ഓരോന്നോരോന്ന് നമ്മൾ കാണിക്കണമെങ്കിൽ ഓരോ ക്ലാസ് കാണിച്ചു തരണമെങ്കിൽ നെക്സ്റ്റ് നമ്മൾ വി ഹാവ് ടു പ്രസ് ദ ഡൗൺ ആരോ മാർക്ക് കീ ഓർ റൈറ്റ് ആരോ കീ. ഓക്കെ, നെക്സ്റ്റ് ചേഞ്ചിങ് ഫയല്, ഓപ്പണിംഗ് ഫയല്. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്തായിരുന്നു നമ്മള് ചേഞ്ചിങ് ഫയല്, സോറി ക്ലോസിംഗ് ഫയല്. സോ നമ്മളിപ്പോ എടുത്ത ഒരു സ്ക്രീൻ 1 മിനിറ്റ്. ഇപ്പൊ ഇത് സോറി ഇതല്ല, നമ്മളൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാൻ സാധാരണ എന്താ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് സൈഡിൽ വന്നിട്ട് ഒരു ഇൻടു മാർക്ക് ഉണ്ട് അല്ലേ, ജസ്റ്റ് വി ക്യാൻ ക്ലിക്ക് ദർ, അതർവൈസ് വി ഗോ ടു ഫയൽ ക്ലോസ്. ഫയലിൽ വന്നിട്ട് ഏറ്റവും താഴെ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് ക്ലോസ് കൊടുത്താൽ മതി. യെസ്, സ്ക്രീൻ കാണുന്നില്ല. മതി. ഓക്കെ, ക്ലോസ് ചെയ്തു. ഓക്കെ, അത് ഇനി കാണാൻ പറ്റത്തില്ല, ഇതിനെന്തോ ചെറിയൊരു കംപ്ലൈന്റ് ഇതായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സൈഡിലുള്ള ആ ഇൻടു മാർക്ക്, റെഡ് ഇൻടു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതർവൈസ് ഗോ ടു ഫയൽ ആൻഡ് ഫയലിൽ പോയിട്ട് നമ്മൾ എക്സിറ്റ് എന്നുള്ളടത്തോ അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ളടത്തോ ക്ലിക്ക് ചെയ്താൽ മതി, ഫയൽ മൊത്തം ക്ലോസ് ആകും. ദെൻ പിന്നെ ഒരു പോയിന്റും കൂടെ, ക്ലോസിംഗ് ദ ഫയല് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട് പേജ് 87 ഇൻടു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതർവൈസ് നമ്മൾ താഴെ എക്സിറ്റ് ഫയലിൽ പോയിട്ട് താഴെ എക്സിറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ഓപ്പണിംഗ് എ സേവ്ഡ് ഫയൽ. നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോകുക, ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഫയലിന്റെ നെയിം ചോദിക്കും, ആ ഫയലിന്റെ നെയിം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് മറ്റ് സാധാരണ നമ്മൾ വേർഡിലൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് പോലെയും ക്ലോസ് ചെയ്യുന്ന പോലെ സെയിം മെത്തേഡ് തന്നെ. ഗോ ടു ഫയൽ, ക്ലിക്ക് ഓൺ ഓപ്പൺ ആൻഡ് ദെൻ ദേ വിൽ ആസ്ക് ദ ഫയൽ നെയിം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേര് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സിനാനെ എന്താ പറ്റിയേ, ഓക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ ക്ലോസ് ചെയ്യാനും ഫയലിൽ പോവുക, എക്സിറ്റ് അടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ടൈം തീർന്നു, ക്ലാസ് കട്ടായി. നോട്ട്സ് അയച്ചു തന്നേക്കാം കേട്ടോ. ഓക്കെ, ബൈ.